മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ അരികിൽ നിൽക്കുന്ന ഈ രമണീയമായ സൗരഭ്യം വാരി വിതർന്ന ഈ പുഷ്പങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രിയിൽ വരികയും ഒരു ദിവസം മുഴുവൻ പരിമളം ചുറ്റുപാടും പടർത്തുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു ചെടിയാണ് സൗഗന്ധിക പുഷ്പം എന്നാണ് ഇതിനെ പറയുന്നത്. നോക്കിയിട്ട് നല്ല വെളുത്ത നിറമുള്ള കാഴ്ചയിൽ അതിമനോഹരമായ ഒരു ചെടി. അപ്പം വളരെ പുരാതന കാലം മുതൽ തന്നെ എല്ലാ വീടുകളിലും ചെടികളൂടെ നടത്തി പരിപാലിച്ചിരുന്നു. ചെടികളൂടെ നടുവായിരുന്നു. അത് ചെമ്പരത്തിയായാലും തുളസിയായാലും പാരിജാതമായാലും റോസയായാലും മുല്ലയായാലും ജമന്തിയായാലും ഒക്കെ നമ്മൾ നട്ട് വളർത്തുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് മനഃശാസ്ത്ര സത്യങ്ങളുണ്ട്. കാരണം ഈ ചെടികൾക്ക് നമ്മുടെ പരിസരത്ത് പരിമളം പരത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ മാത്രമല്ലല്ലോ ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഈശ്വരൻ ജീവികളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ചിത്രശലഭങ്ങളുണ്ട്, തേനീച്ചകളുണ്ട്. അപ്പോൾ ഇവയ്ക്കും അന്നം നൽകേണ്ട ബാധ്യത മനുഷ്യർക്കാണ്. അപ്പം തേൻ മാത്രം കുടിച്ച് ജീവിക്കുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളും ഉണ്ട്. അപ്പം അവയും കൂടെ പരിപാലിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു, അറിഞ്ഞോ അറിയാതെയോ. എന്നാൽ കാലം ക്രമേണ മാറിയപ്പോൾ അതിൽ നിന്നൊക്കെ ഭിന്നമായി സൗരഭ്യം വിതറുന്ന ചിലവില്ലാത്ത ചെടികളൊക്കെ നടുന്ന രീതികൾ മനുഷ്യൻ പാടെ മാറ്റിക്കൊണ്ട് മറ്റ് ചെടികളിലേക്കൊക്കെ തിരിഞ്ഞു ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. കാരണം പലവിധ രോഗങ്ങളും ഒക്കെ വന്ന്, അതുപോലെ തന്നെ എന്ത് പെർഫ്യൂംസൊക്കെ വില കൂടിയതൊക്കെ അടിച്ചാലും, അതായത് സുഗന്ധ വസ്തുക്കളൊക്കെ അടിച്ചാലും അതൊക്കെ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ പോവുകയും പിന്നീട് രോഗങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ തിരക്കി പോവുകയാണ്. അപ്പം ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ വീട്ടിൽ നട്ട് വളർത്തുന്ന ഒരു ചെടിയാണ്. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടേ, പ്രത്യേകിച്ചും മുറ്റത്തൊക്കെ കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടേ നല്ല സുഗന്ധമാണ്. നമുക്ക് അവിടുന്ന് കയറി പോകാനേ തോന്നത്തില്ല, അത്തരത്തിൽ സുഗന്ധമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതേപോലെ 1, 2, 3 ചെടി നമ്മൾ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മുറിയിലും ഒക്കെ നല്ല സുഗന്ധം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ സന്ദർശകർ വരുവാണെങ്കിൽ അവർ ആദ്യമായി ഇതിൻ്റെ സുഗന്ധത്തിൽ ശ്രദ്ധിക്കുകയും ഒരു പോസിറ്റീവായ ചിന്താഗതി അവരിൽ ഉള്ളെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം ഈ സൗഗന്ധിക പുഷ്പം ഉണ്ടാകുന്ന ഈ ചെടി എങ്ങനെയാണ് നമുക്ക് നട്ടു വളർത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഇതിന് യാതൊരു വിധത്തിലുള്ള രോഗകീടബാധകളും ഉണ്ടാവത്തില്ല. വിലപിടിപ്പുള്ള ഒരു വളങ്ങളും ഇതിന് നൽകേണ്ടതില്ല. മഴക്കാലത്തെക്കാട്ടിൽ ഉണക്കുകാലത്ത് നിറയെ പുഷ്പങ്ങളുണ്ടാവുകയും ഈ തേനീച്ചകളും ചിത്രശലഭങ്ങളും ധാരാളമായി ഇതിന് സമീപത്ത് വരികയും തേൻ നുകരുകയൊക്കെ ചെയ്യും. ഇതിലൊക്കെ ഉപരിയായിട്ട് ദിവസം മുഴുവൻ, രാത്രിയിലും പകലും ദിവസം മുഴുവൻ പരിമളം അവിടെ എല്ലാം വ്യാപിച്ചു നിൽക്കാൻ ഈ ചെടിക്ക് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നട്ടു വളർത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ്ട് ഇതിൻ്റെ എത്താണ്. നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു എത്ത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു എത്ത് ഇപ്പം തന്നെ ഇത് പൂവായി നിൽക്കുകയാണ് കേട്ടോ. ഇത് ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇത് പൂ പിടിക്കും. അങ്ങനെ ഇത് നമ്മളൊരു എത്ത് മുറിച്ചെടുത്തു കണ്ടോ. ഇത് കണ്ടാൽ ചെടിയാണെന്ന് പറയത്തില്ല, പക്ഷേ ഇതിൻ്റെ സൗരഭ്യമാണ് സംഗതികൾ. അപ്പോൾ ഇത് ഈ എത്ത് മുറിച്ച് നമുക്കിത് ചട്ടിയിൽ നടാം. അതുപോലെ തന്നെ പിന്നെ പെയിൻറ്റ് ബക്കറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിനകത്തൊക്കെ നമുക്ക് നട്ട് വളർത്താം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ഇത് നടാൻ പോകുന്നത്. നോക്കി, അപ്പോൾ നമ്മൾ ചെടികൾ ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കാതെ ഇറങ്ങിപ്പോകാൻ വേണ്ടി നല്ല സുഷങ്ങളിടുക, 2, 3 സുഷങ്ങളിടുക. അപ്പം ഈ സുഷങ്ങൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 2, 3 കല്ലുകൾ വെച്ച് ആ സുഷങ്ങളുടെ മുകളിൽ 3-4 കല്ലുകൾ വെക്കണം. കാരണം ഇല്ലാതെ മണ്ണിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയാമോ? ആ സുഷങ്ങൾ അടയുകയും വെള്ളം കെട്ടി നിൽക്കുകയും നമ്മൾ നടുന്ന ചെടികൾ അത് നശിച്ചു പോവുകയും ചെയ്യും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നോക്കിയാൽ ഇച്ചിരി മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയും തോറും, അതായത് എത്ത് പൊട്ടും തോറും ഇതിൻ്റെ ഈ കാണ്ഡം, അതായത് ഈ മാണം മേപ്പോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ചെടി ഇറക്കി വെക്കുക. ചെടി ഇറക്കി വെച്ചിട്ട് നമ്മൾ മണ്ണിടുക. മണ്ണിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിളിച്ച് വരും. ഇതിൻ്റെ വളമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വളം ഒരു 4 മാസമോ 3 മാസമോ കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ, വർഷത്തിൽ 2 പ്രാവശ്യം വളം ഇട്ട് കൊടുത്താൽ മതി.
പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള കേടുകളും രോഗങ്ങളും വരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുറ്റത്ത് ഉള്ള സ്ഥലത്ത് ഇതേപോലെ ചട്ടിയിൽ അല്ലെങ്കിൽ തറയിലൊക്കെ ഇതൊന്ന് നട്ടുപിടിപ്പിച്ചാൽ വളരെ സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷ സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലവിധ തരത്തിലും നമ്മുടെ വായു ഇന്ന് ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗ്രഹാന്തരീക്ഷം, നമ്മുടെ മുറ്റവും നമ്മുടെ പരിസരവും സുഗന്ധപൂർണ്ണമാക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു ചെടിക്ക് സാധിക്കും എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള രീതികൾ, ഇത്തരത്തിലുള്ള കൃഷിയെയും അതുപോലെ പൂച്ചെടികളെയും ഒക്കെ എങ്ങനെ പരിപാലിക്കണമെന്നും ഏത് രീതിയിൽ നട്ടു വളർത്താമെന്നും ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത്തരം അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ഈ അറിവുകളൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം നമ്മുടെ ആവശ്യമാണെന്നും ഞാൻ സവിനയം എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.